തിരുവനന്തപുരം ST ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതിയാണ് അണുബാധയെ തുടർന്ന് മരിച്ചുവെന്ന പരാതിയും ആക്ഷേപവും ഉയർന്നതിലിപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്തു നിന്നുള്ള വിദഗ്ധരായിരിക്കും ഈ പരാതി അന്വേഷിക്കുക. അന്വേഷണത്തെ ശിവപ്രിയയുടെ കുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും സഹോദരൻ ശിവപ്രസാദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, വേണുവിന്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു ചികിത്സാ പിഴവിനെ തുടർന്ന് മറ്റൊരു മരണം കൂടി സംഭവിച്ചോ എന്ന ഗൗരവതരത്തിലുള്ള ചോദ്യം ഉയരുന്നത്. ST ആശുപത്രിയിൽ ശിവപ്രിയയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? ഈ അണുബാധ എങ്ങനെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ പരാതി എന്താണ്? സൈഫുദ്ദീൻ, അമൃത, ഗുഡ് മോർണിംഗ്. ഇതിനകത്ത് ST ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയ മരിക്കാനിടയായ സാഹചര്യത്തെ അത്യന്തം ഗൗരവത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പും ST ആശുപത്രി അധികൃതരും കാണുന്നത്. ഒരു പ്രസവാനന്തരമുള്ള മരണമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തുള്ള മറ്റ് മെഡിക്കൽ കോളേജുകൾ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ക്രിട്ടിക്കൽ കെയർ, ഗൈനക്കോളജി, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഡിസീസ്, ഡെർമറ്റോളജി വിഭാഗം, അങ്ങനെ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെയും DMEയുടെയും SIT സൂപ്രണ്ടിൻ്റെയും ഒക്കെ മേൽനോട്ടത്തിലായിരിക്കും ശിവപ്രിയയുടെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അന്വേഷിക്കുക. 2 ദിവസത്തിനകം, അതായത് 48 മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ചികിത്സ സംബന്ധിച്ചുള്ള രേഖകൾ, ചികിത്സ നൽകിയ കാര്യങ്ങൾ, അതിൻ്റെ പ്രോട്ടോകോൾ, കേസ് ഷീറ്റ്, ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുള്ളത്. DMEക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഈ പറഞ്ഞ വിഭാഗങ്ങളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഒരു ടീം രൂപീകരിക്കും. അതിനുശേഷം അന്വേഷണം ഇന്ന് തന്നെ തുടങ്ങുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താണ് ശിവപ്രിയയ്ക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. ഷിജോ തുടരൂ. ഷിജോയിലേക്ക് മടങ്ങിയെത്താം. ഈ ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അത് കാണാം. ഇല്ല, അതിൽ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, മറ്റു ഗർഭിണിയിൽ നിന്ന് വേണമെങ്കിലും കിട്ടാമെന്ന് പറയാം, അവർ തന്നെ പറയുന്നുണ്ട്. അല്ലാതെ എൻ്റെ ചേച്ചിയിൽ നിന്ന് ഉണ്ടാവാനാണെങ്കിൽ പോലും അവർ ടെസ്റ്റ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ എൻ്റെ ചേച്ചി വീട്ടിൽ പോണ സമയത്ത്, ഹോസ്പിറ്റലിൽ നിന്ന് പോണ സമയത്ത് എൻ്റെ ചേച്ചിക്ക് പനി ഉണ്ടായിരുന്നു, വയറുവേന ഉണ്ടായിരുന്നതാണ് എൻ്റെ അടുത്ത് വേറൊരു ആൻറ്റി വിളിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ആരെന്നാലും വന്ന് സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ എന്തായാലും ആര് വന്നിട്ടില്ലെങ്കിലും എൻ്റെ ചേച്ചി ജീവനോട് കിട്ടാൻ പോലുള്ള അവൾ പോയി. നിങ്ങളാവശ്യമായിട്ട് വേറൊന്നുമല്ല, 2 പിള്ളേരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം. എന്തെങ്കിലും അറിയാലോ, ഒരു അമ്മയില്ലാതെ വളർന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ, അതിൻ്റെതായ എന്തെങ്കിലും മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, ഇപ്പോൾ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഈ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയതാണ്, പക്ഷെ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായത് എന്ന് ആവർത്തിക്കുകയാണ് കുടുംബം ഇപ്പോഴും. ഈ കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം? ഇങ്ങനെ ആശുപത്രി നമ്മൾ എല്ലാ സമയത്തും കാണുന്നതാണ്, ഒരു വീഴ്ച പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആശുപത്രി അധികൃതരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആശുപത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണല്ലോ ഉണ്ടാകാറ്. മറ്റു പല കേസുകളിലും ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിന് വലിയ തരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളുമുണ്ട്. ഒരു ചികിത്സാ പിഴവ് ഉണ്ടായാൽ അതിനെ എങ്ങനെ ചികിത്സാ പിഴവാണ് എന്ന് ഡോക്ടർമാർ സമ്മതിക്കും? അവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള എന്തെങ്കിലും നടപടിയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കുറേയധികം റിപ്പോർട്ടുകൾ ചോദിക്കുക, റിപ്പോർട്ട് സമർപ്പിക്കുക, അങ്ങനെ അത് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് തുടർ നടപടികൾ ഏതൊക്കെ രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കൂടുതലായിട്ട് പരിശോധിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും ശിവപ്രിയയുടെ മരണത്തെ ഗൗരവത്തിൽ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യങ്ങൾ ഇന്നലെ SIT സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ശിവപ്രിയയുടെ കുടുംബാംഗങ്ങളോടും അവിടെ പ്രതിഷേധിച്ച രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോടും അത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ശിവപ്രിയയുടെ മരണത്തിൽ അണുബാധ മൂലമാണ് മരണം എന്നുള്ള കാര്യം ഇപ്പോൾ തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അണുബാധ ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ശിവപ്രിയയ്ക്ക് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് പ്രസവം നടക്കുന്നത്. ആ പ്രസവവുമായി
പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് യാതൊരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇന്നലെ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. ശിവപ്രിയയ്ക്ക് ആ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു തരത്തിലുള്ള യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. വയറ്റിൽ കുഞ്ഞിന് അനക്കമില്ല എന്ന് തോന്നിയതോടുകൂടിയാണ് അല്ലെങ്കിൽ അനക്കമില്ലാതെ വന്നതോടുകൂടിയാണ് ശിവപ്രിയ കഴിഞ്ഞ മാസം 22-ാം തീയതി ആശുപത്രിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ വന്ന് അന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്തു. ഒരു യാതൊരു കുഴപ്പങ്ങളും കൂടാതെ വളരെ നോർമൽ ഡെലിവറി ആയിരുന്നു എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ശിവപ്രിയയ്ക്ക് മറ്റ് 2 ദിവസം ആശുപത്രി തുടരുന്നു. 3-ാം ദിവസം വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ചെറിയ പനിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എങ്ങനെ അണുബാധയുണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അത് ഒന്നുകിൽ ആശുപത്രിയിൽ നിന്നുണ്ടായതാകാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് പകർന്നതാവാം, അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാകാം. അത് എങ്ങനെയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതിന് ചില ശാസ്ത്രീയമായ പരിശോധനകൾ, മറ്റു ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുക, അതൊക്കെ വേണം. എന്തായാലും നിലവിൽ ഈ കുടുംബം ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണത്തെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അർഹമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ഒരു കാര്യം കൂടി ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ നടന്ന് എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്തുക. ഈ കുടുംബത്തെ സംരക്ഷിക്കണം. 2 കുഞ്ഞു കുട്ടികളാണ്. 2 വയസ്സും ഏതാണ്ട് 10-14 ദിവസം പ്രായമായൊരു കുഞ്ഞുമാണുള്ളത്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നൊരു കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സൈഫു, അമൃത.